പിന്നെ മഴയായാലും വെയിലായാലും മാറ്റമില്ലാത്തൊരു സംഗതിയാണ് കീടശല്യം. സാധാരണ പച്ചമുളക് താഴത്തേക്ക് വളരുമ്പോൾ ഇത് മേൽപോട്ടാണ് വളർന്നു നിൽക്കുന്നത്. പച്ചച്ചീര മരം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. മഴക്കാലം തുടങ്ങിയ പിന്നെ ചീരയൊക്കെ നട്ടു വളർത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതിനൊരു പരിഹാരമാണ് ഈ പൊന്നാങ്കണ്ണി ചീര. ഏത് കാലാവസ്ഥയിലും തരക്കേടില്ലാതെ വളരും. ചെറിയ ബക്കറ്റിലോ ഗ്രോ ബാഗിലൊക്കെ പിടിപ്പിച്ചാൽ മഴക്കാലത്തും ചീരയ്ക്ക് ക്ഷാമം ഉണ്ടാകത്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചീര ചുവന്നതായതുകൊണ്ട് ഇടയ്ക്കൊന്നത് വിത്തുവായി കിളർപ്പിക്കാൻ നോക്കിയെങ്കിലും മഴയത്ത് അതൊന്നും നടപടിയായില്ല. നിലവിലിപ്പോൾ പൊന്നാങ്കണ്ണി ചീരയും സാമ്പാർ ചീരയും ഇത് രണ്ട് മാത്രമേ പറമ്പിലുള്ളൂ. ഈ മഴക്കാലത്ത് മണ്ണിൽ നേരിട്ട് പച്ചക്കറി തൈ നടുമ്പോൾ വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം പ്രത്യേകം നോക്കി നടണം. മണ്ണ് കൂന പോലെ കൂട്ടിയിട്ട് തൈകൾ നട്ടു കൊടുക്കാം. അല്ലെങ്കിൽ പഴയ ടയറുണ്ടെങ്കിൽ അതിൽ അടിവളവും മണ്ണും ഒക്കെ നിറച്ച് പച്ചക്കറി തൈ നടുവാണെങ്കിൽ ചെടിയുടെ ചുവട്ടിലെ മണ്ണും വളമൊന്നും ഒഴുകി പോകാതിരിക്കും. ഈ ടയറിൽ സാലഡ് കുക്കുംബറും പച്ചമുളകാണ് നട്ടുവെച്ചേക്കുന്നത്. വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലം നോക്കി മണ്ണിലും കുക്കുംബർ നട്ടുവെച്ചിട്ടുണ്ട്. പിന്നെ മഴയായാലും വെയിലായാലും മാറ്റമില്ലാത്തൊരു സംഗതിയാണ് കീടശല്യം. പ്രത്യേകിച്ച് വെള്ളരി വർഗ്ഗങ്ങളിലെ ആമവണ്ട്. തുടക്കത്തിലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുക്കുംബറിലെ ഇലകളെല്ലാം അരിപ്പയാക്കി കളയും. അതുകൊണ്ട് കീടശല്യം തുടങ്ങുന്നതിന് മുമ്പേ നട്ട് 2 ഇല പരുവാകുമ്പോഴത്തേക്കും ബ്യുവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് കുക്കുംബറിന് മാത്രമല്ല കേട്ടോ, പയറിലെ മുഞ്ഞയ്ക്കും വെണ്ടയിലെ ഇലചുരുട്ട് പുഴുവിനൊക്കെ ഇത് തന്നെ ചെയ്തു കൊടുത്താൽ മതി. ഒറ്റത്തവണ സ്പ്രേ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, കൃത്യമായ ഇടവേളകളിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ കുറച്ച് പച്ചക്കറി വിത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ജൂണിലെ ഇത് വാങ്ങിയിരുന്നെങ്കിൽ ഓണത്തിന് വിളവെടുക്കായിരുന്നു. ഇനി ഓണം വരാനായിട്ട് 50 ദിവസത്തിനുള്ളിൽ താഴെയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് വിളവെടുക്കാനൊന്നും പറ്റത്തില്ല ഇപ്പം നട്ടാൽ. പിന്നെ നമ്മൾ നട്ട് വളർത്തിയത് എന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റിയാലും അതൊരു സന്തോഷമല്ലേ. വാങ്ങിയ വിത്തിൽ പയറ് വിത്ത് മാത്രം ഞാൻ ആദ്യം നട്ടുവെച്ചു. പയറ് വിത്ത് നടുന്നതിൽ വെച്ച് വൈജയന്തി എന്ന വിത്ത് വാങ്ങിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമേ. കായിട്ട് വരുമ്പോഴത്തേക്കും നല്ല നീളമുള്ള ചുവന്ന അച്ചിങ്ങയാണ് കേട്ടോ കിട്ടണത്. മറ്റ് പയറിനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ചുവന്ന അച്ചിങ്ങയ്ക്കാണ് കഴിക്കാൻ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് തോന്നിയിട്ടുണ്ടേ. മഴക്കാലത്താണ് കാന്താരിമുളകും പച്ചമുളകും കൂടുതൽ ഉണ്ടാവും തോന്നണല്ലേ. ഉജ്ജല എന്നൊരിനം പച്ചമുളകാണ്. സാധാരണ പച്ചമുളക് താഴത്തേക്ക് വളരുമ്പോൾ ഇത് മേൽപോട്ടാണ് വളർന്നു നിൽക്കുന്നത്. പിന്നെ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇത് കൃഷിഭവനിൽ നിന്ന് വാങ്ങിയ റെഡ് ലേഡി പപ്പായയാണ്. നട്ടിട്ട് 4 മാസം ആയപ്പോഴത്തേക്കും ഫ്ലവർ വന്നിട്ടുണ്ട്. നിലവിൽ ഇത്തിരി കെയർ കൊടുത്ത് വളർത്തുന്നത് ഇതിന് മാത്രമാണ് കേട്ടോ. കാരണം ആദ്യമായിട്ടാണ് റെഡ് ലേഡി പപ്പായ വീട്ടിൽ വളർത്തുന്നത്. മഴക്കാലത്ത് ഇപ്പോൾ അടുക്കളത്തോട്ടത്തിൽ മുളച്ചു വരുന്ന ഐറ്റാണ് ഇഞ്ചിയും മഞ്ഞളും. പിന്നെ ഓണത്തിന് വിളവെടുക്കാൻ വെച്ചേക്കുന്ന കുറച്ച് ചേന നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന കണ്ടല്ലോ, ഇതെൻ്റെ അത്ര ഹൈറ്റുള്ള ഒരു ചീരയാണ്. പച്ചച്ചീര മരം പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഇത് കഴിക്കാനായിട്ട് അത്ര ഇഷ്ടമല്ലെങ്കിലും വിത്തെടുക്കാനായിട്ട് നിർത്തിയേക്കുക. കാരണം പച്ചച്ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നട്ടാൽ കീടശല്യം കുറവായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ശരി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കെ. താങ്ക്സ് ഫോർ വാച്ചിങ്.